ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ എല്ലാവരെയും നാഗത്തറയിലേക്ക് വിളിച്ചു വരുത്തിയത്? കാര്യമുണ്ട്. ഈ വീട്ടിൽ ചില ക്രൂരതകൾ നടന്നിട്ടുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ എല്ലാവരും ഇവിടെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ക്രൂരതയോ? എന്ത് കാര്യത്തിന്? മണിക്കുഞ്ഞ്, ഞാൻ ആ ഗേറ്റിന്റെ മുന്നിൽ എന്തോരം കാത്തു നിന്നറിയോ? പാതിരാത്രി വരെ ഞാൻ അവിടെ നിന്നു. വീടിനകത്ത് ഓരോ ലൈറ്റ് തെളിയുമ്പോഴും സാറെന്നെ വിളിക്കാൻ വരുമോന്ന് പ്രതീക്ഷിച്ചാ ഞാനവിടെ നിന്നത്. പക്ഷേ സാറ് വന്നില്ല. പിറ്റേ ദിവസം ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഈ ഉമ്മറത്തൊന്ന് നിന്നു. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ആരോട് പറയാനാ സാറേ? ജോലിന്ന് സാറെന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞ എന്റെ അമ്മ വല്ലാണ്ട് കരയും. അതിന് കരയാനേ അറിയൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. അത് സഹിക്കൂലോ സാറേ? മണിക്കുഞ്ഞ്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലടോ. വലിയ ബുദ്ധിമാനെന്നൊക്കെ സ്വയം നടിച്ചിട്ടും എന്നെ പോലൊരു മണ്ടൻ ഈ ലോകത്ത് വേറെ ഇല്ലടോ. അയ്യോ മാഡം, അതെ, ഇത് ഞാനിട്ടതാ, സാരമില്ല, എടുത്തോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നല്ലോ അല്ലേ? എന്റെ സാറിനോടൊരു വാക്കും വേണ്ടിയാ പിന്നെ മാണിക്കുഞ്ഞിനത് പ്രശ്നമാണ്. പക്ഷെ വീട്ടിലെ കാര്യം അങ്ങനെയല്ലല്ലോ. അവരെല്ലാരും എന്നെ ഒരു കള്ളനായിട്ടല്ലേ കാണുന്നത്. സത്യത്തില് ഈ ആഭരണം എന്തിനാ എടുത്തേ? നിർമ്മലാമായി എന്നോട് പറഞ്ഞു, ആഭരണങ്ങളെല്ലാം ജുവലറി കൊണ്ട് കൊടുക്കണം, എല്ലാം ഒന്നും മിനുക്കാനാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പൂജാമുറിയിലാണ്, അലമാര തുറന്നെടുത്തോളാനും പറഞ്ഞു. ഞാൻ നമ്മുടെ വീടായിട്ടല്ലേ മാഡം കാണുന്നത്. ഇനി മാണിക്കുഞ്ഞിനാരും കള്ളനായിട്ട് കാണില്ല. അതിനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ. കളരിക്ക് ചെന്ന് നമുക്ക് കള്ളനെ കയ്യോടെ പിടിക്കാം. ആ ചെല്ല മാണിക്കുഞ്ഞെ, ഞാനല്ലേ പറയുന്നേ. എന്തൊക്കെയാ മാണിക്കുഞ്ഞി കേക്കുന്നേ? ഇതാണോ 2-3 ദിവസമായിട്ട് നീ വെപ്രാളപ്പെട്ടോണ്ട് നടന്നത്? ഇതൊന്നുമില്ല അമ്മേ. അമ്മയുടെ മോനും സാറും തമ്മില് ചെറിയൊരു പിണക്കം. അത് മാറ്റാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അമ്മയെ, മാണിക്കുഞ്ഞിനെ ഞങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോയിക്കോ സാറേ, അവന്റെ സന്തോഷം തന്നെ അതല്ലേ. പെട്ടെന്ന് ചെല്ലടാ. അമ്മയെ കാണാൻ നവീൻ സാർ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഓക്കെ. സിനി ചേച്ചി, അവിടെ ഇതുവരെ വിളിച്ചില്ലേ? ഇല്ല മാഡം. വായ്, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ പറഞ്ഞില്ലേ കൃത്യമായിട്ട് വിളിക്കണമെന്ന്? പറഞ്ഞിരുന്നു. പിന്നെ അവൾ എന്താ അനുസരിക്കാത്തത്? അതെ, അവൾ എന്റെ വേഷം അഭിനയിക്കുന്നവള് മാത്ര, അല്ലാതെ ഞാനല്ല. നവീന്റെ അടുത്തേക്ക് അവള് പോകേണ്ട കാര്യം എന്താ? പറഞ്ഞയക്കേണ്ട കാര്യം എന്താ? അത് സിത്താരമാമല്ലേ തീരുമാനിച്ചത്. എനിക്ക് മടുത്തു തുടങ്ങി. എന്റെ വേഷത്തില് അവള് നവീന്റെ ഒപ്പം നിക്കണ്ട, നവീന്റെ ഒപ്പം യാത്രയും ചെയ്യണ്ട. ഐ കാൻ ടോളറേറ്റ് ദിസ്. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിക്കാൻ പോവാ. എന്തിനാ നീ ബഹളം വെക്കുന്നത്? അവൾ എന്നെ ഇതുവരെ വിളിച്ചില്ല. അവളെ എന്തിനാണ് നവീൻ വിളിച്ചെന്ന് എനിക്കറിയില്ല. അവൾ എനിക്ക് പകരം വേഷം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ വീടിനകത്ത് നമുക്ക് മുന്നിൽ മാത്രം. അല്ലെങ്കിൽ എന്താ സംഭവിക്ക? ഞാനാണെന്ന് കരുതി നവീൻ അവളെ തൊടില്ലേ, ചേർത്ത് പിടിക്കില്ലേ, അവരൊന്നിച്ച് നടക്കില്ലേ? ഇവിടെ ഒരു തോട്ടുവക്കിൽ കിടന്ന് വളർന്നവള്
എനിക്ക് കിട്ടേണ്ട സ്നേഹം അവൾ അനുഭവിക്കുന്ന എന്ത് ശാപത്തിന്റെ പേരിലാണെങ്കിലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. എങ്കിലും അവളെ വിളിക്ക. ഈ നിമിഷം തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അവളെ മാത്രമല്ല നവീനെയും വിളിക്കാം. എന്നിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നവീനോട് പറയാം. പകരം വേഷം കെട്ടിയവളെയും നിന്നെയും നവീൻ ഒരുമിച്ചങ്ങ് കാണട്ടെ. പിന്നെ അവൻ നിന്നെ തിരിഞ്ഞു നോക്കുന്നു കരുതുന്നു. സ്നേഹിക്കും തോന്നുന്നു. മോളെ, ഇത് തുടങ്ങി വെച്ചപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, ചിലതൊക്കെ സഹിക്കാനായിട്ട് തയ്യാറാവണമെന്ന്. ഈ നടക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ കൂട്ടുനിൽക്കുന്നത്. നിനക്കൊരു അപകടം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം. ഇനി അത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോയി മമ്മിക്ക് എന്നെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാതായി. എന്നെ മനസ്സിലാക്കാൻ ഇപ്പൊ ആരുമില്ല. എന്റെ ടെൻഷൻ പങ്കുവെക്കാൻ കൂടി ഇപ്പൊ ആരുമില്ല. മോളെ, സിനി, അവൾ ഇത്ര നേരമായിട്ട് വിളിച്ചിട്ടില്ലെന്നുള്ള അവളുടെ അഹങ്കാരത്തിന്റെ സൂചന. ചിലപ്പോ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും മാഡം. എന്ത് സിറ്റുവേഷൻ? എന്നെയാണ് വിളിക്കുന്നത് നമുക്ക് പറയാലോ. ഒരു മിനിറ്റ് ഒന്ന് മാറി നിന്ന് ഫോൺ ചെയ്യാലോ. മോളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോ ഗാഥ ടെൻഷൻ അടിക്കാതിരുന്നാലാണ് അത്ഭുതം. തിരിച്ചു വരട്ടെ. സിതാരയുടെ ഡിസിപ്ലിൻ എന്താന്ന് ഞാൻ അവളെ പഠിപ്പിക്കാം. നവീൻ, എന്താ ഇത്? എന്തിനാ എല്ലാവരെയും നാഗത്തറയിലേക്ക് വിളിച്ചു വരുത്തിയത്? കാര്യമുണ്ട്. ഈ വീട്ടിൽ ചില ക്രൂരതകൾ നടന്നിട്ടുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ എല്ലാവരും ഇവിടെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ക്രൂരതയോ? എന്ത് കാര്യത്തിന്? മണിക്കുഞ്ഞൻ,